ഇപ്പം നമ്മളൊന്ന് വെറ്റില നുള്ളി പോയ അവർ ഒഴിവാക്കി പോയ ഇലകളാണ് ഇതൊക്കെ. അപ്പോൾ വെറ്റില നമ്മൾ ഇതൊക്കെ പെറുക്കി നമ്മൾ ഓരോന്നോരോന്ന് അവർക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഇവിടെ ഇട്ട് പോയതാണ്. നമ്മളിതൊക്കെ എല്ലാം പെറുക്കി പൊട്ടിയതും കേടൊന്നൊക്കെ എടുക്കാം. നമുക്ക് ഒന്നും ഒഴിവാക്കണ്ട, നമുക്ക് ഇല ആയാൽ മതി. ഇതൊക്കെ ചീഞ്ഞു പോയതൊന്നും പറ്റില്ല, നല്ല വൃത്തിയുള്ള ഇല. വാടിയാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് നമ്മളെ അയൽവാസക്കാരൻ്റെ ഒരു കൊടിത്തോട്ടാണ്. അപ്പോൾ അതിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞാണ് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഇലകളൊക്കെ പെറുക്കാൻ. കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ അവരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി പോവാണ്. അപ്പോൾ ഒരു മയിൽ വട്ടം ചാടിയിട്ടുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ മയിലുകളുണ്ട് നാട്ടിലൊക്കെ. അപ്പോൾ നമ്മളെ മരുന്ന് ഇനി വെറ്റില നന്നായി കഴുകി എടുക്കണം. ഇലയിലൊക്കെ പല പുഴുക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായി വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ച് നല്ല കഴുകി എടുത്തതിന് ശേഷം വെള്ളം വറ്റിച്ചെടുക്കുക. അതിന് ശേഷം ഇതുപോലെ നല്ല ശർക്കര അതുപോലെ കുറച്ച് മരുന്നൊക്കെ ചേർത്ത് ആദ്യം ഒരു സ്റ്റീലിൻ്റെ നല്ല പാത്രത്തിലിടണം. അതിന് ശേഷം അതിന് മേലെ നമ്മൾ കൊണ്ടുവന്ന ഇലകളൊക്കെ ഇട്ട് അതിന് ശേഷം കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്, ഏലക്കായി അതുപോലെ ചുക്കുപൊടി, തിപ്പല്ലി, കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ പൊടിച്ച് ക്ലിയറാക്കി വെച്ചതാണ്. അതിന് ശേഷം അതൊക്കെ നന്നായിട്ട് വെതറി സെറ്റാക്കിയതിന് ശേഷം നന്നായി അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മരുന്നായിട്ട് ഇത് കിട്ടും. ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് പറ്റും. അപ്പോൾ ഇതിന് മറ്റുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളൊരു കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന രീതി. ബായ്.